ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് നാടൻ കോഴികളെ അഴിച്ചുവിട്ട് വളർത്തണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അഴിച്ചുവിട്ട് വളർത്തുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇതിൽ ഒരു ദൂഷ്യവശം അല്ലെങ്കിൽ ഇതിലെ ഒരു അപകടം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് പുള്ളി ഇതേപോലെ നാടൻ കോഴിയെ അഴിച്ചുവിട്ട് വളർത്തിയിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറച്ച് പൈസയൊക്കെ മുടക്കി കുറച്ച് വലയൊക്കെ കെട്ടി ബൗണ്ടറിയൊക്കെ തിരിച്ച് കുറച്ചധികം പൈസ ചിലവായെങ്കിലും തിരിച്ച് അതിനുള്ളിലിട്ടിട്ടാണ് നാടൻ കോഴികളെ വളർത്തുന്നത്. പക്ഷേ മുമ്പത്തെ പോലെയുള്ള ആ ഒരു ഉഷാറോ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയോ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാണ്ടായിരുന്നൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി ആദ്യം അഴിച്ചു വിട്ടിരുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അയൽവാസികൾ കുറച്ച് ഗിരിരാജ കോഴികളെ കൊണ്ടുവന്നു. അവർക്ക് പഞ്ചായത്തിന് കിട്ടിയ കോഴികളാണ്. അപ്പോൾ അവരുടെ സ്ഥലത്ത് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു. അതിലെ പൂവൻ ഇപ്പുറത്തേക്ക് വരാനായി തുടങ്ങി. ഗിരിരാജൻ പൂവനാണ്. ഇവിടെ വന്ന് നാടൻ കോഴികളുടെ ക്രോസ് ചെയ്തു. പിന്നെ അറിയാലോ, അപ്പോൾ ഒരു ക്രോസ് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങി. അത് ആദ്യമൊന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് കുഞ്ഞുങ്ങളിലെ ക്വാളിറ്റി വ്യത്യാസം കണ്ടപ്പോഴെന്താണ് എന്നുള്ളത് നോക്കിയതും ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതും. അപ്പോൾ ഇത് അഴിച്ചുവിട്ട് വളർത്തുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിനുള്ളൊരു അനുഭവം, അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടാതെ പോയൊരു കാര്യം പിന്നീട് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ ഇത്തരത്തിൽ അയൽവാസികളുടെ ആരുടെയെങ്കിലും മറ്റേതെങ്കിലും ഇനത്തിൽപ്പെട്ട ക്രോസ് ബ്രീഡോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കോഴികളോ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട കോഴികളുമായിട്ട് ക്രോസ് ആവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം അറിഞ്ഞപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ.